നിക്ക് പോകല്ലേ. നമ്മുടെ പുതിയൊരു ടെറേറിയത്തിന്റെ വിശേഷം കാണിക്കാട്ടോ. ഇതിന് ഈ ഡ്രിഫ്റ്റ് വുഡ് ഏത് ടെറേറിയത്തിന്റെയും അതിന് മെയിൻ ഹൈലൈറ്റ് ഡ്രിഫ്റ്റ് വുഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ ഡ്രിഫ്റ്റ് വുഡ്, ശരിക്കും ഒരു മരം നിൽക്കുന്നത് പോലെ ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ഡ്രിഫ്റ്റ് വുഡ്. ഇത് റയറായിട്ട് ഇങ്ങനെ കിട്ടുന്നത്. ഇതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തു ഇതിലേക്ക് കറക്റ്റ് ആക്കി. കാരണം ഇത് ഞാൻ അക്വേറിയത്തിൽ ഉപയോഗിക്കാൻ ശേഷം വാങ്ങിച്ചത്, പക്ഷെ അത് പൊങ്ങി കിടക്കാണ്, കുറെ സമയം എടുക്കും ഇനി അത് സോക്കായി സെറ്റായി വരാൻ. അതുകൊണ്ട് ഞാൻ ഈ ടെറേറിയത്തിലേക്ക് നല്ല അടിപൊളി, ഇത് നല്ല അതിന്റെ പ്ലാന്റ് ഒക്കെ വെച്ച് ഒട്ടിച്ചപ്പോൾ ഞാൻ നല്ലൊരു ഭംഗി കിട്ടീന് കേട്ടോ. ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് കിട്ടും, നല്ല ഭംഗിയില്ല, ശരിക്കും ഒരു മരം പോലെ തന്നെ അല്ലേ. അപ്പൊ ഇത് കണ്ടപാടെ ഞാൻ സംഭവം എടുത്തിട്ടോ. ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആരോ ഒരാൾ ഉപയോഗിച്ചിട്ട് ഡ്രിഫ്റ്റ് വുഡ് ആണ് എന്തായാലും. കാരണം ഇതിന്റെ മേലെ മുമ്പ് പ്ലാന്റ് ഒട്ടിച്ചതിന്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്, ഗമ്മിന്റെ ഒക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചെറിയ മരങ്ങളിലൊക്കെ ശരിക്കും ഒട്ടിക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ഗംഗമ്പൻ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു അനുവ്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു അനുവ്യാസം ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പടർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ലുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ജാവ ഫേൺ ഇപ്പോഴത്തെ നോക്കണ്ട, ഇത് നല്ലോണം ഗ്രീൻ ആയിട്ട് കുറെ ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ചെറുത് 2 മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് ട്രൈപ്പാട്ടിട്ട മിനി അടിയിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുഷ്യൻ മൗസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ വ്യൂ എങ്ങനെ ഉണ്ടാവും ഞാൻ പിന്നീട് കാണിക്കട്ടോ. അല്പം സ്പ്രിംഗ് ടൈൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ, കാരണം ഇവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ട്രോപ്പിക്കോസ്.